അല്ല എടാ പ്രശാന്തേ, സൂര്യോദയ ബജറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൂര്യൻ ഉദിച്ചപ്പോൾ നീ ഇവിടെ വന്നാ. സൂര്യൻ അസ്തമിക്കാറായി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, ക്ഷേമ പെൻഷൻ, വല്ലാണ്ടങ്ങ് പ്രതീക്ഷിച്ചല്ലേ? അല്ലാത്ത പ്രതീക്ഷയായിരുന്നു. തെരഞ്ഞെടുപ്പ് ബജറ്റല്ലേ, ക്ഷേമ പെൻഷൻ എന്തായാലും 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് വിചാരിച്ചു. കൂട്ടിയില്ല. കൂട്ടാത്തത് പോട്ടെ, ഈ കുടിശ്ശിക 4-5 മാസം ഉണ്ടല്ലോ, അത് കൊടുക്കാനുള്ള പണമെങ്കിലും വകയിരുത്തുമെന്ന് കരുതി. അതും ഉണ്ടായില്ല. അല്ല, ഈ പഴയ സീഡ് ഫണ്ട് അത് കുറച്ചുമില്ലല്ലേ? അത് കുറച്ചില്ല. പിന്നെ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറയും പോലെയാണ് ഈ സപ്ലൈകോയുടെ കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞു നടന്നതാണ്. പക്ഷേ സപ്ലൈകോയ്ക്ക് പണം ഇല്ലാതെ അവർക്ക് സബ്സിഡി സാധനം കൊടുക്കാൻ പറ്റില്ല. അതിലെന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ പണം, കുറച്ച് പണം അതിന് അനുവദിക്കില്ലേ? 10 കോടി രൂപ. അതുകൊണ്ട് എന്താവാനാണ്? 500-600 കോടി രൂപ ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൊടുക്കാനുണ്ട്. അത് കിട്ടാതെ അവർ കൊടുക്കും. സപ്ലൈകോയും തേഞ്ഞ്. അനന്താ, ഈ മദ്യപാനികൾക്ക് വില കൂടുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചു, പക്ഷേ കൂട്ടില്ല എന്ന് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അത് ഈ വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തിയല്ലോ, ആ സമയത്ത് മദ്യത്തിന് വില കൂടും എന്നുള്ളൊരു ആശങ്കയുണ്ടായി. അത് കാരണം ഗാലനേജ് ഫീസ് ഏർപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാധ്യത മൊത്തം ബെവ്കോയ്ക്കാണ്. അത് സാധാരണ ഈ മദ്യം വാങ്ങിക്കാൻ പോകുന്നവർക്ക് വരാനുള്ള സാധ്യതയില്ല, ഇല്ല, തീരെ ഇല്ല. ഇനി ഈ അധിക ബാധ്യത വന്നിട്ട് ഭാവിയിൽ ബെവ്കോ പറയുകയാണ് ഞങ്ങൾക്ക് ഇത് താങ്ങാൻ വയ്യ, ഇത് ബില്ലിലൊക്കെ അടിച്ച് ഏർപ്പെടുത്തേണ്ടി വരും. വേറൊരു പണി കിട്ടിയിരിക്കുന്നത് കോടതിയാണല്ലേ, വ്യവഹാരത്തിനൊക്കെ കാശ് കൊടുക്കും കോടതി. അതും ഈ വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് കോർട്ട് ഫീസ് എല്ലാം കൂട്ടി, പല തലത്തിലുള്ള കോർട്ട് ഫീസ് കൂട്ടി. അപ്പം ഒരു ഹർജി കൊടുക്കണമെങ്കിൽ തന്നെ ഇനി നല്ലൊരു ഫീസ് കെട്ടി വെക്കേണ്ടി വരും. മോനെ അമലേ, ചൈനീസ് ലൈനാണോ? നമ്മൾ പ്രത്യേക സാമ്പത്തിക മേഖലകളും സാമ്പത്തിക സ്ഥലങ്ങളും കണ്ടിട്ട് ഡെവലപ്മെന്റ് ആണ്. എങ്ങനെ തോന്നുന്നത്? പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടി മറ്റൊരു പ്ലാൻ ബി എന്നൊക്കെയാ ബാലഗോപാൽ പറഞ്ഞേക്കുന്നത്. പ്ലാൻ ബി തന്നെ, പ്ലാൻ എ. പ്ലാൻ ബി ഒന്നുമില്ല, പ്ലാൻ എ തന്നെ. പ്രതിപക്ഷവും എതിർ രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രചരണം സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റൊക്കെ ഉപേക്ഷിച്ചു, സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നയം മാറി, സർക്കാരിന്റെ നയം മാറി, ഇടതുപക്ഷ നയം മാറി. അല്ല, ഈ പങ്കാളിത്ത പെൻഷൻ അങ്ങ് തീർന്നു. ഇനി മറ്റു പരിപാടി എന്തായിരിക്കും? അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ആ ഒരു പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിക്കാൻ വേണ്ടി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് ബജറ്റിൽ പറയുന്നത്. കാരണം അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു പുതിയ സ്കീം പ്രഖ്യാപിക്കാം എന്നുള്ളൊരു ഉറപ്പ് ബജറ്റിൽ പറയുന്നത്. ഇലക്ഷൻ സെന്ററാണ്. കാരണം അവരാവശ്യപ്പെട്ട എന്താ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ്. അത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇലക്ഷൻ സെന്റർ ഞാൻ പറയാൻ കാരണം എന്താ, 6 ഗഡു DA കുടിശ്ശിക കൊടുക്കാനുണ്ട്. അതിന് 1 ഗഡു കുടിശ്ശിക കൊടുക്കാമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. എപ്പോഴാ? ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം. ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മാസം. ശരി, ഉറപ്പിക്കാം. അത് അമലേ, റബ്ബറിന്റെ താങ്ങുവില കൂടിയിട്ടുണ്ട്. അതൊരു ഇലക്ഷൻ സെന്ററാണ്. അതായത് കേന്ദ്രത്തിന് ബജറ്റിൽ 10 പൈസ കൂട്ടിയില്ല, 170 തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്. അപ്പം അതൊരു 250 കിട്ടുവാണെങ്കിൽ നല്ല മെച്ചമായിരുന്നു. കേന്ദ്രം ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 രൂപ കൂട്ടിയേക്കുന്നത്. 10 രൂപ കൂട്ടി എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് വലിയ നഷ്ടവും ഇല്ല. കാരണം ഇപ്പൊ റബ്ബറിന് എത്ര വിലയുണ്ട്? ശരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് 165. 5 രൂപയുടെ ബാധ്യതയുള്ളൂ. തുരുമ്പ് വിറ്റിട്ടാലും ശരി, നദിയിലെ മണൽ വിറ്റിട്ടാലും ശരി, 200, 400 കോടി പിടിക്കും കേട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ മറ്റേ ടിപ്പർ ഓടാൻ തുടങ്ങി. കാരണം ഭാരതപ്പുഴയിലും കടലുണ്ടി പുഴയിലും ചാലിയാറിലും അവിടെയാണ് ഏറ്റവും കൂടുതൽ മണലൂട്ടുണ്ടായിരുന്നത്. ഇനി വീണ്ടും സജീവമാവും. അല്ല, വാരി വിൽക്കുന്നതിന് മാത്രമല്ലത്, കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതല്ലേ നമുക്ക് 2 രൂപ പെട്രോളിനും ഡീസലിനും അടിച്ചൊക്കെ തന്നു. ഞാൻ 2 രൂപ കുറച്ച് ഈ തെരഞ്ഞെടുപ്പ് കാല ബജറ്റിൽ ഒരു ആശ്വാസം കൊടുക്കുമെന്ന് വല്ലാത്ത നില. പക്ഷേ എനിക്കൊരു സാധനത്തിൽ സന്തോഷമുണ്ട് കേട്ടോ. AKGയെ കുറിച്ചുള്ള ഒരു മ്യൂസിയം അല്ലാതെ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ മറ്റേത് മറിച്ച് പ്രതിമയില്ല. കൊച്ചിക്കൊരു മ്യൂസിയം ഉണ്ട്, കൊച്ചിയിലൊരു മ്യൂസിയം, കൊച്ചി നഗരത്തിനൊരു മ്യൂസിയം. അതെ, എന്തായാലും റബ്ബറിന് പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം റബ്ബർ വെട്ടിക്കും, പകരം ചന്ദനം തുടങ്ങി. കാര്യം എന്നറിയോ, ഇനിയും ചന്ദനലേപ സുഗന്ധമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും മലയാളി പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ കൂട്ടലോ സീഡിൻ്റെ ഫണ്ട് കുറവോ ഒന്നും ഉണ്ടായില്ല. മറിച്ച് ചന്ദനമരം മുറിച്ചും രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിട്ടുമൊക്കെ ഈ ബജറ്റ് ഇങ്ങനെ അങ്ങ് പോകും. പറയാൻ മറന്നു, ഭരണഘടനയാണ് ബജറ്റിൻ്റെ മുഖചിത്രം. അപ്പോൾ ശരി.